എന്നിട്ട് ഉദംപൂർ MH നേരെ ജലം എക്സ്പ്രസ്സില് പൂനെയിലോട്ട് വന്നു. പൂനെയിലോട്ട് നമ്മൾ അവിടെ വരുന്ന വരെയുള്ള അവസ്ഥ എന്താണ് നിങ്ങളുടെ? വരുന്ന വരെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കാല് ശരിക്കെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സിങ് ചെയ്തതിന്റെ മുകളിൽ കൂടെ പഴുപ്പ് വരുന്നിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതിന്റെ മണം വരുന്നുണ്ട്. ഭയങ്കര പാട് ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക ട്രെയിനിങ്ങിൽ. അങ്ങനെ എൻ്റെ കൂടെയുള്ള ആ പുള്ളിക്കാരൻ അനിൽ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഡെറ്റോൾ കൊണ്ടുവച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു. ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ മണമൊക്കെ വരുമല്ലോ. അത് പൗഡറും കാര്യങ്ങളും ഡെറ്റോളൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ പൂനെയിലെ ആർട്ടിഫിഷ്യൽ ലിംബ് സെൻ്ററിലെത്തി. ലിംബ് സെൻ്ററിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഡോക്ടർ വന്ന് അയച്ചു നോക്കിയാലും ആളും പറഞ്ഞ് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, മുകളിൽ മുറിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, കാർഗിൽ യുദ്ധത്തിൽ മൈൻ ബ്ലാസ്റ്റ് ചെയ്ത് ഒരു കാലിൻ്റെ പാദം മുറിച്ച് മാറ്റിയ ശേഷം ആ മുറി ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ്സിലെ ഉദംപൂർ എന്ന സ്ഥലത്ത് നിന്നിട്ടും നേരെ പൂനെയിലോട്ട് പോവുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമ്മുടെ എക്സ്-സർവീസ്മാൻ, ഇപ്പോൾ സൈന്യത്തിൽ ലൈവായി ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു.